ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയനിർമ്മല ഭാവനയെ കണ്ട് സംസാരിച്ച ശേഷം തിരിച്ച് ആരോടും ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഗായത്രി ചോദിക്കുകയാണ്, എന്താണ് നിന്നോട് ജയ പറഞ്ഞത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഭാവന പറയണ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന് പറയണം. എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് ഭാവന ചെന്നിട്ട് പറയണ, സൂര്യ ഒന്നും ആലോചിക്കേണ്ട, ഒന്ന് അങ്കിളിനെ പോയി കാണണം എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയി കാണില്ല, അച്ഛൻ തന്നെ എന്നെ വന്ന് കാണണം, അച്ഛൻ എന്നോട് പറഞ്ഞാൽ മാത്രമാണ് ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഭാവന പറയണ, അങ്ങനെ വാശി പിടിക്കല്ലേ, ആൻറ്റി പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പേടിയാവുന്നു, വല്ലാത്ത സിറ്റുവേഷനിലാണ് അങ്കിൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ 19ാമത്തെ അടവാണ്, നീ ഒരു പെട്ടിപ്പെണ്ണായതുകൊണ്ടാണ് നീ ഇതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അറിയാവുന്നത് പോലെ നിനക്കറിയില്ലല്ലോ എന്നും പറഞ്ഞ് സൂര്യ പോവില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഗായത്രി പറയണേ, എന്തിനാ സൂര്യ അങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയല്ലേ എന്ന് പറയുമ്പോൾ, അമ്മയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയുമ്പോൾ ഏതു പറയണ്, സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്, ഒരു തെറ്റും ചെയ്യാതെയല്ലേ നിങ്ങളെ രണ്ടുപേരെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. ഭാവന പറയണ, അല്ല സേതുവട്ട, അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്, ഇന്നലെ രാത്രിയിൽ പതിവില്ലാതെ അങ്കിൾ ഒരുപാട് കള്ള് കുടിച്ചു എന്നൊക്കെയാണ് ആൻറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യ പറയണം, കൊള്ളാം, നല്ല തമാശ, എൻ്റെ അച്ഛനാണോ കള്ള് കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ആൻറ്റി വെറുതെ പറഞ്ഞതല്ല, ആൻറ്റി അത്രയ്ക്ക് സീരിയസോട് കൂടിയിട്ടാണ് പറഞ്ഞത്, ഇനി അങ്കിൾ ചില അറം പറ്റുന്ന വാക്കുകൾ കൂടി പറഞ്ഞു എത്രേ. അപ്പോൾ ഗായത്രി പറയണേ, ഇക്കാര്യത്തിൽ എന്തായാലും കള്ളം പറയില്ല മോനെ എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, സൂര്യ ഒന്ന് പോയി കണ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഇല്ല ഭാവന, നീ ഇതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവുകയുമില്ല, നിനക്ക് വേണമെങ്കിൽ പോവാം, അല്ലാതെ എന്നെ നിർബന്ധിക്കേണ്ട എന്നും പറഞ്ഞ് സൂര്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സേതു പറയണേ, ഞാൻ സൂര്യയുടെ ഭാഗത്താണ് നിന്ന് സംസാരിക്കുക, സൂര്യ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഭാവനയോട് മായ ചോദിക്കുക, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഭാവന പറയണ, അത് തന്നെയാണ് മായച്ചേ, കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയാൻ എളുപ്പമാണ്, പക്ഷെ അത് കൂട്ടി യോജിപ്പിക്കാനാണ് പാട്. അപ്പോൾ ഗായത്രി പറയണ, അതേ മോളെ, നീ എന്തായാലും ദേവനെ പോയി കാണുക, സൂര്യ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ സേതു പറയണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗായത്രി പറയണ, ദേഷ്യപ്പെട്ട്, നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ, എന്തായാലും മോളെ നീ പോയി കണ്ടേക്ക്, സേതുവിൻ്റെ വാക്കൊന്നും നീ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഭാവന ദേവനെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിജയപത്മനെയും ജാനകിയെയും വിളിച്ച് പറയുകയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ജാനകിയും വിജയപത്മനും എല്ലാവരോടും ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കട്ടെ. അങ്ങനെ ഭാവനയോട് ജാനകി ചോദിക്കുകയാണ്, എന്താ മോളെ ഉണ്ടായത്, ഞാൻ പോകുന്നതിൻ്റെ ശേഷം ആ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, ദേവൻ ഇങ്ങനെയൊന്നും പെരുമാറാത്തതാണല്ലോ, എന്ത് വന്നാലും ദേവൻ സൂര്യയുടെ ഭാഗത്താണല്ലോ നിൽക്കാറുള്ളത്, പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ജാനകി ചോദിക്കുകയാണ്. ഓ ഭാവന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സൂര്യയോട്. പല്ലവി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വല്യമ്മയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി അജയനും പ്രസീതയും കളിച്ച കളിയാണെന്ന് മനസ്സിലാക്കിയത് അത് ചോദ്യം ചെയ്തതാണ്, അതിന്റെ പുറകെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ദേവനങ്കിൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സൂര്യയോടും എന്നോടും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞത് എന്ന് പറയട്ടെ. അപ്പോൾ വിജയപത്മൻ പറയണ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിറകിൽ മറ്റെന്തോ കാര്യമുണ്ട്, അല്ലാതെ ഒരിക്കലും ദേവൻ അങ്ങനെ പെരുമാറില്ല, അതെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, എങ്കിൽ ഒന്ന് ദേവനങ്കിളിനെ ഒന്ന് പോയി കണ്ടേക്ക് വല്യച്ച എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം ഫോൺ വിളിച്ച് സംസാരിക്കാമെന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണ, അത് വേണ്ട, ഫോണിലൂടെ സംസാരിക്കേണ്ട, നേരിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയണ, എന്നാൽ ഞാൻ ആദ്യം സൂര്യയോട് സംസാരിക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, വേണ്ട, സൂര്യയോട് സംസാരിക്കേണ്ട, സൂര്യ അറിഞ്ഞാൽ ഉറപ്പായും ദേവനങ്കിളിനെ കാണാൻ പോവണ്ട എന്നാവും പറയുക, അതുകൊണ്ട് വെല്ലിച്ചൻ തന്നെ തനിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് ദേവൻ കാണാൻ വിജയപത്മൻ പോവുകയാണ്. എന്നിട്ട് ദേവൻ്റെ ഫോണിലേക്ക് വിജയപത്മൻ ആദ്യം വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം ദേവനാണെങ്കിലോ ജയനിർമ്മല എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം മാനസയോട് ചോദിക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഞങ്ങളോട് ആരോടും ഒന്നും പറയാതെയാണ് ആൻറ്റി പോയിട്ടുള്ളത്, ഇന്നലെ അങ്കിൾ പതിവില്ലാത്ത ഓരോ പ്രവർത്തികളല്ലേ ചെയ്തത്, അതിലൊക്കെ എനിക്ക് നല്ല വിഷമവുമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദേവൻ പറയണ, ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്, അതിൽ ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയണ, അങ്കിൾ പോയിട്ട് സൂര്യയോടും ഭാവനയോടും ഒന്ന് ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇനി അവരെ വിളിക്കാനൊന്നും പോവില്ല, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചത് തന്നെയാണ്, അതിനെ ആരും ചോദ്യം ചെയ്യാനും എന്നെ ഭരിക്കാനും വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയണം. അപ്പോൾ ദേവൻ കുറച്ച് കടുപ്പത്തിലാണെന്നുള്ളത് മാനസയ്ക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ദേവൻ റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണ് വിജയപത്മൻ്റെ കോള് വരുന്നത്. അപ്പോൾ ദേവൻ മനസ്സിൽ പറയുകയാണ്, എന്തിനാണാവോ ഇപ്പോൾ ഇയാൾ വിളിക്കുന്നത് എന്നിങ്ങനെ ദേഷ്യത്തിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ദേവനെ വിളിക്കുന്ന സമയത്ത് എന്താ വിജയപത്മ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അത്യാവശ്യമായിട്ട് ദേവനെ
അച്ഛനെ ഒന്ന് കാണണം, ഒന്ന് വരാമോ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറയാണ്. അപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. പിന്നീട് ജയക്ക് ഫോൺ വിളിക്കുകയാണ് മാനസ എവിടേക്കാണ് പോയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പ്രസീത പറയുന്നത് ഫോൺ കൊണ്ടുപോയിട്ടില്ല ജയ എന്ന് പറയണം. അങ്ങനെ പ്രസീതയും അജയനും മാനസയും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ജയനിർമ്മല വരുന്നത്. അപ്പം മാനസ ചോദിക്കുകയാണ് എവിടേക്കാണ് ആൻറ്റി പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൂര്യയെ കാണാൻ വേണ്ടി പോയതാണ്, എന്നിട്ട് അവർ വരാമെന്ന് പറഞ്ഞു. ഇല്ല, അവൻ പിടിവാശിയിലാണെന്ന് പറയുമ്പോൾ അതിന് സൂര്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ ആൻറ്റി, എല്ലാം എൻ്റെ അച്ഛനും അമ്മയും കാരണമല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ അജയൻ ചോദിക്കുകയാണ് അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ അച്ഛനും അമ്മയും സംസാരിക്കേണ്ട, അവനെ ഇവിടെ ഒറ്റപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് അവരുടെ വല്യമ്മയെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി പല്ലവിയെ പോയി കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് പല്ലവിയെ കണ്ടതൊന്നുമല്ല, അപ്രതീക്ഷിതമായി പല്ലവിയെ കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ, അതിന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്ന് അജയൻ പറയട്ടോ. അപ്പോൾ ജയനിർമ്മല പറയണേ ഏട്ടാ എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്, ഏട്ടൻ എൻ്റെ കുടുംബജീവിതം തകർക്കരുത്, ഏട്ടൻ ഈ വീട്ടിൽ നിന്നൊന്ന് മാറി താമസിക്കുമോ, ഏട്ടന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ അജയൻ പറയണ അത് ശരി, ഇപ്പോൾ ഞങ്ങൾ പുറത്താവണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ മോളുടെ ഭാവിയാണ് നീ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ മനസ്സ് പറയണേ ആൻറ്റി ഒന്നുമല്ല, ഇത് ഞാനാണ് തീരുമാനമെടുത്തത് എന്ന് പറയട്ടോ. അത് നീ അങ്ങനെയൊന്ന് കൈയൊഴിഞ്ഞ് നിൻ്റെ ആൻറ്റിയെ രക്ഷപ്പെടുത്താനൊന്നും നീ ശ്രമിക്കേണ്ട, നിൻ്റെ ആൻറ്റി അന്ന് തടസ്സം പറയുകയാണെങ്കിൽ നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നു, നിൻ്റെ ഭാവി വെച്ചിട്ടാണ് നിൻ്റെ ആൻറ്റി കളിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും എവിടേക്കും പോവുകയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ഭാവി തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയണേ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആൻറ്റി നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്, അച്ഛനെ എന്തെല്ലാം തരത്തിലാണ് ആൻറ്റി സഹായിച്ചത്, എന്നിട്ട് നന്ദികേട് പറയരുത് എന്ന് പറയുമ്പോൾ അതിന് ജയനിർമ്മലയ്ക്ക് തിരിച്ചും ഞങ്ങൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് നിൻ്റെ ഭാവി വെച്ചിട്ടാണ് ഇവൾ ഈ കളി കളിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞ് അജയനും പ്രസീതയും പോവുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മല ആകെ അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആൻറ്റി എൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഇതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ മോളെ എനിക്ക് ഏറ്റവും വലുത് നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ്, നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന് പറയാണ്. അപ്പോൾ ഭാവിയെക്കുറിച്ചൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം ആൻറ്റി, ആദ്യം ഈ പ്രസവം ഒന്ന് കഴിയട്ടെ, എന്നതിൻ്റെ ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയാണ്. അങ്ങനെ ജയനിർമ്മല മാനസിയെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം നേരെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ദേവൻ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ദേവനും ചോദിക്കുകയാണ് എവിടേക്കാണ് ആരോടും ഒന്നും മിണ്ടാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ദേവേട്ടൻ്റെ കെട്ടിറങ്ങിയോ, ഇനിയും അടുത്തത് കുടിക്കേണ്ടി വരും, അടുത്ത ഒരു വെളിവുണ്ടാവാൻ എന്ന് പറയുമ്പോൾ അല്ല നീ ഇപ്പോൾ ഏത് അമ്പലത്തിലേക്കാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പൂജ ചെയ്യാനാണോ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, ദേവേട്ടൻ ഇന്നലെ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയട്ടോ. അല്ല നീ പോയത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, എന്നിട്ട് എന്ത് പറഞ്ഞു, ഇവിടേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കട്ടോ. അതോ ആട്ടി പുറത്താക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ ആട്ടി പുറത്താക്കാനുള്ളതൊന്നും വളർന്നിട്ടില്ല, അപ്പോൾ പിന്നെ മോനെ കാണാൻ തന്നെയാണ് പോയത് എന്ന് മനസ്സിലായി, എന്നിട്ട് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ദേവേട്ടൻ എന്തിനാണ് അറിയുന്നത് എന്ന് ചോദിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മണ്ണെണ്ണക്കേനാവുമല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഇനി ആത്മഹത്യ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ജീവിച്ച് കാണിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ദേവൻ കളിയാക്കിയിട്ട് പറയും അപ്പോൾ വെളിപാടൊക്കെ വന്നിട്ടുണ്ട് തലയ്ക്ക് എന്ന് പറയുമ്പോൾ ദേവേട്ടൻ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ ദേവൻ അജയനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ടോ. ഈ സമയമാണ് ഭാവന ദേവനെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ദേവനെ കണ്ട് ഭാവന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവൻ കരഞ്ഞുകൊണ്ട് ഭാവനയോട് പറയണേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇതുവരെയും ഞാൻ എൻ്റെ സൂര്യയെ അടിച്ചിട്ടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയാട്ടോ. എൻ്റെ സൂര്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കിയത്, നിന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഭാര്യയായി അവൻ പറയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ മനസ്സിൽ കണ്ടതാണ്, എൻ്റെ മോൻക്ക് അത്രമാത്രം അധികം ഇഷ്ടമാണ് നിന്നെ ഇല്ലാതാക്കുമെന്ന് നിന്നെ അപായപ്പെടുത്താനാണ് അജയനും പ്രസീതയും ഇവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്, എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവരെ വെറുതെ വിടില്ല, അവർ രണ്ടുപേരെയും എൻ്റെ സൂര്യ ഇല്ലാതാക്കും, അവരെ കൊന്നുകളയും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറയട്ടോ. കരഞ്ഞുകൊണ്ട് ദേവൻ അങ്ങനെ പറയുന്ന സമയത്ത് ഭാവനയുടെ കണ്ണിൽ നിന്നും അറിയാതെ വെള്ളം വരികയാണ് കേട്ടോ. ഇങ്ങനെ ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് ദേവൻ എന്തുകൊണ്ടാണ്
എന്നെയും സൂര്യയെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ. മനസ്സോടെയാണ് ദേവൻ സൂര്യയെ ഈ വീട്ടിൽ നിന്നും തൽക്കാലത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ഒരു കൊലപാതകിയാവും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ദേവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഭാവന തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നീട് ദേവൻ അജയനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് അജയൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ജാനകിയും ഒരുപാട് ദ്രോഹങ്ങൾ ഭാവനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പഴയ വിജയപത്മനും ജാനകിയും എന്നേ മരിച്ചു. ഇനി ഞങ്ങൾക്ക് ഭാവന ഞങ്ങളുടെ സ്വന്തം മകളാണ്. ഞങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ ഭാവനയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഭാവനയ്ക്ക് ഇനി ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഭാവനയെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ദേവനോട് പറയുകയാണ്. അപ്പോൾ ദേവൻ പറയണ അത് വിജയപത്മ, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഭാവനയ്ക്കും സൂര്യയ്ക്കും ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ് വിജയപത്മനോട് ദേവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എൻ്റെ മോൻ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കൊലപാതകിയാവും. ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അജയനും പ്രസീതയും അത്രയ്ക്ക് ദുഷിച്ച മനസ്സോടെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത്. ഇനി ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോൻ വെറുതെ ഇരിക്കില്ല. അവരെ കൊന്നുകളയുക തന്നെ ചെയ്യും. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ രണ്ടുപേരെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് എന്നൊക്കെ ദേവൻ വിജയപത്മനോട് പറയുകയാണ്. മോൻ സൂര്യ അത്രമാത്രം അധികം ഭാവനയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ മോൻ സൂര്യയ്ക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഭാവന ദേവനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ദേവന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ഭാവന ദേവന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്കിളുടെ ഈ നല്ല മനസ്സ് മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അങ്കിൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്റെ കാല് പിടിച്ച് ഭാവന മാപ്പ് ചോദിക്കുന്നുണ്ട്.